ആനയും അമ്പാരിയൊക്കെ വെച്ച് കല്യാണം നടത്തുമ്പോ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പോലീസ് തന്നെ എന്റെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ വിലങ്ങ് വെച്ച് കൊണ്ടുപോകും. എന്തിനാണെന്നറിയോ? നരിയുടെ അച്ഛനെ കൊന്നതിന്. മഹിയല്ലല്ലോ അനസൂയ കെട്ടാൻ പോകുന്നേ. നിങ്ങൾ പറഞ്ഞത് ശരി, മഹിയല്ല അനസൂയെ കെട്ടാൻ പോകുന്നത്. പക്ഷെ ഇളയ മോൻ ആഭ്യന്തരമന്ത്രിയുടെ മകളെ കെട്ടുമ്പോ അവന്റെ മൂത്തവനും അതേ തരത്തിലുള്ള ആൾക്കാരെ നോക്കൂ. നിങ്ങളുടെ കയ്യിൽ മന്ത്രിയും വകുപ്പൊന്നുമില്ലല്ലോ. അതുകൊണ്ടേ കുഞ്ഞോളെ കുഞ്ഞോളെന്ന് വിളിച്ച് 24 മണിക്കൂറും പിറകെ നടക്കുന്നതിന് പകരം എന്തെങ്കിലും തീർപ്പാക്ക മനുഷ്യ. എന്റെ ജാതകത്തില് 26ാമത്തെ വയസ്സിലാ കല്യാണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ 26 തുടങ്ങി. ഇനിയിപ്പോ എന്ത് വേണം? ജാതകം നോക്കി വെച്ച നിനക്ക് എങ്ങനെയെങ്കിലും അവനെ കറക്കി എടുത്തുകൂടി. സത്യം പറയാലോ, തള്ളയുടെ ഒരു ഗുണവും കിട്ടിയിട്ടില്ല ഇവൾക്ക്. ദേ മനുഷ്യ, എനിക്ക് ചൊറിഞ്ഞു കയറി വരുന്നുണ്ടേ. നിങ്ങൾ ആ കൊച്ചിന്റെ കല്യാണക്കാര്യം വല്ലോ സെറ്റാക്കാൻ നോക്ക്. ഈ വീട്ടിലേക്ക് ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി കയറി വന്ന ഉറപ്പായിട്ടും നിങ്ങളുടെ കള്ളലക്ഷണം വെച്ച് നിങ്ങളെ പിടിച്ച് അകത്താക്കും. അതോടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീർപ്പാകും. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കു മനുഷ്യ. നീ വിഷമിക്കണ്ട, ഇത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം ഉണ്ടാക്കും ഈ ഭദ്രൻ. പോരെ? മൂലിങ് തന്നെ. അയ്യടാ, ഗെയിം കളിക്കാൻ പറ്റിയ പ്രായം. എന്റെ മൊബൈല് നാണയില്ലല്ലോ അച്ഛ, ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ. എന്റെ അർജുനേട്ടന്റെ കല്യാണം എങ്ങനെ നടത്താന്നും ആ ലക്ഷ്മി എങ്ങനെ ഈ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കാന്നും അത് ചിന്തിക്കച്ഛൻ. മൊബൈലിൽ ഒരു ഗെയിം കളിച്ച് രസം പിടിച്ച് വരികയായിരുന്നു. അതിനിടയില്ല നീലിമ എന്ന നീലത്തെമ്പിങ്കരം വന്നത്. ഓ നാശം. ഇപ്പോഴും ലോ കോളേജിൽ തന്നെയാണോ? അല്ല അല്ല, പുസ്തകം തുറന്നു വെച്ച് നീ സ്വയം മറന്ന് ആലോചിച്ചിരിക്കുന്ന കണ്ട് ചോദിച്ചതാ. അത് ഞാൻ ക്ലാസ്സിൽ നടന്ന ഓരോ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചതാ. ക്ലാസ്സിലെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആള് തന്നെയല്ലേ ഈ വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത്. ചന്ദ്രമ്മ ഉദ്ദേശിച്ചത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. നിനക്ക് മനസ്സിലായെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. നമ്മുടെ മഹി ഒരു പാവ മോളെ. ഒരു പക്ഷേ എന്നേക്കാളും നന്നായി നിനക്കതറിയാം. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പാവം പയ്യനാ മഹി. അത് എനിക്കും അറിയാം ചന്ദ്രമ്മ. പക്ഷെ മഹിയുടെ ചില നേരത്തെ പ്രവർത്തികൾ കാണുമ്പോ തിരിച്ചൊന്ന് കളിയാക്കാൻ തോന്നും. അവന്റെ താളം തെറ്റുന്നത് നിന്നെ കാണുമ്പോ മാത്ര. കാരണം അവന് നിന്നെ അത്രയ്ക്കിഷ്ട. പക്ഷേ അവന് നിന്നോട് ഒരുതരം പൊസസീവ്നെസ്സാ. മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടുന്ന സ്വഭാവം എനിക്കില്ല. പക്ഷേ ഞാൻ എന്റെ സ്വന്തം മക്കളെപ്പോലെ കരുതുന്നവരാ നിങ്ങൾ രണ്ടുപേരും. അതുകൊണ്ടാ ഞാൻ ഇത്രയും പറഞ്ഞത്. ചന്ദ്രമ്മ ഓരോന്ന് പറഞ്ഞ് തർക്കിക്കുന്നത് അയാളെ വെറുതെ ഒന്ന് ചൂടുപിടിപ്പിക്കാൻ വേണ്ടി മാത്രോ? ദേഷ്യം വരുമ്പോ അയാളുടെ മുഖവും പ്രവൃത്തിയൊക്കെ കാണാൻ നല്ല രസമാ. പരസ്പരം കളിയാക്കലും തമാശയൊക്കെ നല്ലതാ. പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചിലപ്പോ അവരുടെ മനസ്സിലെ സ്നേഹം തല്ലിക്കെടുത്തിന്ന് വരും. ആ സ്നേഹം
എന്നേക്കുമായി നഷ്ടപ്പെടുത്താതെ നോക്കണം. സ്നേഹം അത് നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അതിന്റെ മൂല്യം നമ്മൾ തിരിച്ചറിയൂ. പിന്നെ അതിന്റെ പേരില് വിഷമിച്ചിട്ടൊരു കാര്യവുമില്ല. അവന് നിന്നെ അത്രയ്ക്കിഷ്ട. കുഞ്ഞോളെ, എന്താ ഇത്ര ആലോചന? ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുക ഭദ്രേട്ടാ. ആലോചിച്ചിരിക്കുന്ന വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ തീരുമാനമെടുക്കണം. അതെ ഭദ്രേട്ടാ, ഇനി അധികം വൈകാതെ മഹിയും ദക്ഷയും തമ്മിലുള്ള കല്യാണത്തിന്റെ ഡേറ്റ് എടുക്കണം. അതിനു മുൻപ് ഒരു എൻഗേജ്മെന്റ് നടത്തണം. അതെ 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 അതെ, കല്യാണത്തിന് മുമ്പേ ഒരു ഉറപ്പിക്കലൊക്കെ നല്ലതാ. പക്ഷേ അതിനു മുമ്പ് ആർക്കെങ്കിലും ഉറപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാലിച്ചിരിക്കണം. എനിക്ക് മനസ്സിലായില്ല. കുഞ്ഞോക്കു ഞാൻ പറയുന്നത് മനസ്സിലാഞ്ഞിട്ടാണോ അതോ മനസ്സിലായിട്ടും മനസ്സിലാകാത്ത പോലെ അഭിനയിക്കുകയാണോ? കുഞ്ഞോളെ, ആ മന്ത്രിയുടെ മകളുമായിട്ട് ബന്ധം വെക്കുന്നൊക്കെ കൊള്ളാം. പക്ഷേ അതിനു മുന്നേ ആദ്യം നടന്ന കല്യാണത്തിന് ഒരു തീർപ്പ് കിട്ടണം. ഐശ്വര്യ ഒഴിവാക്കിയിട്ട് എന്റെ മകൾ അനസൂയയുടെ കഴുത്തിൽ അർജുനെ കൊണ്ട് താലി കെട്ടിക്കണം. ഭദ്രേട്ടാ, അതൊക്കെ നമുക്ക് ചെയ്യാം. കുറച്ച് സാവകാശം വേണം. ഈ ചെയ്യൂന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളായില്ലേ? കുഞ്ഞോട് എത്ര സമയം വേണമെങ്കിലും കൊടുത്തോ. പക്ഷെ എന്റെ മകൾ അനസൂയയും അർജുനും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ട് മതി ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മകളുമായിട്ടുള്ള കല്യാണം ഉറപ്പിക്കല്. ആനയും അമ്പാരിയൊക്കെ വെച്ച് കല്യാണം നടത്തുമ്പോ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പോലീസ് തന്നെ എന്റെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ വിലങ്ങ് വെച്ച് കൊണ്ടുപോകും. എന്തിനാണെന്നറിയോ? നരിയുടെ അച്ഛനെ കൊന്നതിന്. അതുപോലെ പല പല കൊലപാതകങ്ങളും ചെയ്തതിന്. പിന്നെ ഭദ്രേട്ടൻ ഒരു സൂചന തന്നില്ലെന്ന് പറയരുത്. എന്റെ കുഞ്ഞോട് സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും കിടന്നുറങ്ങിക്കോ. രാത്രിയായി. അപ്പോ ഗുഡ് നൈറ്റ്.